ദൈവത്തിന്റെ മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ധ്യാനത്തിന് യോനായുടെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയില്ല. നിനവെ പട്ടണക്കാരുടെ ജീവിതത്തിൽ അവർ ആയിരുന്ന തിന്മയുടെ മാർഗം വെടിഞ്ഞ് ദൈവസന്നിധി വിനയപ്പെട്ട് തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ആ രട്ടിലും വെണ്ണീറിലുമുള്ള ഉപവാസത്തിന്റെ അനുഭവങ്ങളൊക്കെ ദൈവം കണ്ടിട്ട് അവരോട് അനുകമ്പ തോന്നുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് 10-ാമത്തെ വാക്യം. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം ഉരുത്തിരിയുവാനായിട്ട് സാധ്യതയുണ്ട്. ദൈവം അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ എന്ന് പറയുന്നു. പ്രവൃത്തിയാണോ ദൈവം നോക്കുന്നത്? വചനം പഠിപ്പിക്കുന്നു മാനസാന്തരപ്പെടണം എന്നല്ലേ. പിന്നെ ദൈവം പ്രവൃത്തിയാണോ നോക്കുന്നത്? പ്രവൃത്തി മാത്രം മതിയോ, അതോ മാനസാന്തരം എന്താണ് നമുക്ക് വേണ്ടത് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകാം. അതിനുള്ള ഉത്തരം 3 അനുഭവങ്ങളിലൂടെ കണ്ടെത്തുവാൻ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ശ്രമിക്കാം. ഒന്ന്, മനസ്സിലെ മാറ്റം പ്രവൃത്തിയിൽ പ്രകടമാകും എന്ന് മറന്നു പോകരുത്. മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് നാം ജീവിച്ചിട്ട് കാര്യമില്ല. മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം കായ്ക്കണം. അത് പ്രവൃത്തിയിലൂടെയാണ് ഉരുത്തിരിയുന്നത്. അവർ മാനസാന്തരപ്പെട്ട ആ ഒരു അനുഭവം, മനസ്താപം, അവർക്കുണ്ടായ അനുതാപം അവരുടെ പ്രവൃത്തിയിലേക്ക് അത് വിസിബിൾ ആകുകയാണ്, കാണപ്പെടുകയാണ്. അവർ തങ്ങളുടെ വസ്ത്രം മാറ്റി രട്ടെടുത്തു വെണ്ണീറിലിരുന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. രാജാവും രാജവസ്ത്രം മാറ്റി രട്ടെടുത്ത് ദൈവത്തോട് നിലവിളിക്കുകയാണ്. അങ്ങനെ അവരുടെ പ്രവൃത്തിയിൽ അത് പ്രകടമാകുന്നു. മനം തിരിയുന്നത്, മാനസാന്തരപ്പെടുന്നത് പ്രവൃത്തിയിൽ പ്രകടമാകുന്നു. സക്കായിയുടെ ജീവിതവും ഇതാണ് പഠിപ്പിക്കുന്നത്. ഈ കർത്താവിനെ കാണുവാനായിട്ട് ആകാംക്ഷയോടെ അവൻ പലതും ശ്രമിച്ച് അവസാനം വിജയിച്ചുവെങ്കിലും കർത്താവ് അരികിലേക്ക് വിളിച്ചിറക്കുമ്പോൾ അവൻ ഇങ്ങനെ പറയുകയാണ്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ ചതിവായി വാങ്ങിയെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുത്തുകൊള്ളാം. അതായത് മനസ്സിനുണ്ടാകുന്ന മാറ്റം പ്രവൃത്തിയിൽ പ്രകടമാകുന്നു എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത് ഉള്ള ചിന്ത ഇപ്രകാരം ഞാൻ പങ്കുവെക്കുന്നു. പ്രവൃത്തി അഭിനയിച്ച് രക്ഷപ്പെടാമല്ലോ. സ്വാഭാവികമായിട്ടും ഉരുത്തിരിയുവാൻ സാധ്യതയുള്ള ഒരു ചിന്തയാണ്. പ്രവൃത്തി അഭിനയിച്ച് ഇങ്ങനെ രക്ഷപ്പെടാമല്ലോ ദൈവത്തിന്റെ മുൻപിൽ. ദൈവത്തെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഉത്തരം. ദൈവത്തെ ആർക്കും പറ്റിക്കാനായിട്ട് കഴിയില്ല. എങ്കിലും അല്പക്കൂടെ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ശ്രമിക്കാം. യിരെമ്യാവ് 17 അതിന്റെ 10-ാമത്തെ വാക്യം. യിരെമ്യാവ് 17 10-ാം വാക്യം. യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തൻ അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. കർത്താവ് ഉള്ളും പുറവും, അതായത് മനസ്സും ഹൃദയവും പ്രവൃത്തിയും വ്യക്തമായിട്ട് നോക്കുന്നു. മനസാന്തരപ്പെട്ട എന്ന് പറയുന്ന വ്യക്തി മനസ്സിൽ മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും പറ്റത്തില്ല. പ്രവൃത്തിയിൽ മാത്രം മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. രണ്ടും പരസ്പര പൂരകമാണ്, ഒരുപോലെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തുവാനായിട്ട് കഴിയണമെന്ന് ഒരു വാക്യം കൂടെ മുമ്പിൽ വെച്ച് ഞാൻ നിർത്തട്ടെ. യോവേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ഇവിടെ പറയുന്നു, നമ്മുടെ ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. പുറമേ പല പ്രവൃത്തികളും ചെയ്തിട്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ഉള്ളത്തെ കീറുന്ന അവസ്ഥ, അതായത് കടുപ്പമേറിയ പിടിവാശികളെ ഉപേക്ഷിക്കുന്ന, പാപത്തോടുള്ള ആസക്തിയെ ഉപേക്ഷിക്കുന്ന, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ എന്താണ് കുഴപ്പമെന്നുള്ള ധാർഷ്ട്യത്തെ പൂർണ്ണമായി മാറ്റുന്ന, വിനയപ്പെടുന്ന, ദൈവസന്നിധിയിൽ താഴ്മപ്പെടുന്ന അവസ്ഥകൾ, അനുഭവങ്ങൾ സംജാതമാകണം എന്ന് നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ മുൻപിൽ വിനയത്തോടുകൂടെ ജീവിക്കുന്നവനെ ദൈവം തക്ക സമയത്ത് ഉയർത്തുമെന്ന് പരിശുദ്ധ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അവന്റെ കരങ്ങളിൽ താണിരിക്കുന്നവനെ അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, താഴ്മയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവം നമ്മുടെ ഉള്ളവും പുറവും ഒരുപോലെ കാണുന്നവനാണ്. അവിടുത്തെ പറ്റിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ബോധ്യം നമ്മെ നയിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, അങ്ങയുടെ സന്നിധി വിനയപ്പെടുന്നു. ഞങ്ങൾ ഒന്നുകിൽ മനസ്സുകൊണ്ടും അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ മാത്രം രക്ഷിക്കപ്പെട്ടു എന്നുള്ള അവസ്ഥയിലായിരിക്കാതെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവെ അത്തരത്തിലുള്ള ബലഹീനതകളെ പൂർണ്ണമായി വെടിഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരായി അങ്ങനെ ദേഹം ദേഹി ആത്മാവ് കർത്താവിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ട അനുഭവം സ്വായക്തമാക്കി ദൈവ സന്നിധി വിനയപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം പിതാവേ.